കണ്ണൂരിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പി കെ കൃഷ്ണദാസ് പുഷ്പാർച്ചന നടത്തുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. രാജ്യവ്യാപകമായി യോഗാ ദിനാഘോഷ പരിപാടികൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി കണ്ണൂരിലും വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ BJP ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പങ്കെടുക്കുന്ന യോഗാ ദിനാഘോഷം കണ്ണൂരിൽ നടക്കുകയാണ്. ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ എല്ലാവരും പുഷ്പാർച്ചന നടത്തുന്നു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നു. മിഥുൻ, വിവരങ്ങൾ. വിനോദ്, നമുക്കറിയാം ഗവർണറുടെ രാജ്ഭവനിൽ ഈ ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് CPM ഉയർത്തിയത്. CPMന്റെ നയങ്ങൾക്കെതിരെ തന്നെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് സംസ്ഥാനത്തുടനീളം ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുന്ന പരിപാടി BJP നേതൃത്വം സംഘടിപ്പിച്ചത്. ഇപ്പോൾ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂരിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കുന്ന ചടങ്ങ് നടന്നത്. പുഷ്പാർച്ചനയ്ക്ക് ശേഷം അദ്ദേഹം സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. സ്പോൺസേഡ് രാജ്യദ്രോഹ പ്രവർത്തനമാണ്. ഭാരത വിരുദ്ധ, ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം സർക്കാർ സ്പോൺസേഡ് ആയിട്ടാണ്, സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് രാജ്യദ്രോഹ പ്രവർത്തനം ഈ കേരളത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരത് മാതാവിൻ്റെ ചിത്രമുണ്ടെങ്കിൽ അത് CPIയുടെ മന്ത്രിയായാലും CPMൻ്റെ മന്ത്രിയായാലും ബഹിഷ്കരിക്കുകയും അതിനെ മുഖ്യമന്ത്രി തന്നെ ന്യായീകരിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഈ രാജ്യദ്രോഹ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും മനസ്സിൽ ഇന്ത്യ വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കാൻ വളരെ ആസൂത്രിതമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ഗവൺമെൻറ്റും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ രാജ്യദ്രോഹ പ്രവർത്തനത്തെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കാൻ ബാധ്യതയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം UDF ഇതേ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തെ, രാജ്യദ്രോഹ പ്രവർത്തനത്തെ പ്രശംസിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ്. കാരണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന തീവ്രവാദ സംഘടനകളുടെ രാഷ്ട്രീയമായ സഹകരണവും സഹായവും വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ സർക്കാരും അതേപോലെ തന്നെ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും UDFും ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതുപോലൊരു സംഭവം നമുക്ക് കാണാൻ സാധ്യമല്ല. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഭീകരവാദ സംഘടനകളുമായിട്ട് പരസ്യമായിട്ട് രാഷ്ട്രീയ സഖ്യവും സഹകരണവും ഉണ്ടാക്കി. അത് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട്, ആഗോള ഭീകര സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കോൺഗ്രസും അതേപോലെ പാക് ഭീകര സംഘടനയുടെ കേരള പതിപ്പായ PDPയുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കൈകോർക്കുന്ന അപകടകരമായ രാഷ്ട്രീയ സഖ്യം നിലമ്പൂരിൽ അരങ്ങേറുകയുണ്ടായി. ഈ ഭീകരവാദ കക്ഷികളുമായിട്ടുള്ള സഖ്യവും സഹകരണവും വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഭീകര സംഘടനകളെ
പാക് തീവ്രവാദ സംഘടനകളെ പ്രീണിപ്പിക്കാനും പ്രേരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഭാരതാംബയെ ബഹിഷ്കരിക്കാൻ, ഭാരതാംബയുടെ ചിത്രമുണ്ടെങ്കിൽ പരിപാടി ബഹിഷ്കരിക്കാനുള്ള മന്ത്രിമാരുടെ തീരുമാനം, മുഖ്യമന്ത്രിയുടെ ന്യായീകരണം, അതേപോലെ പ്രതിപക്ഷത്തിന് ഈ രാജ്യദ്രോഹ പ്രവർത്തനത്തിലുള്ള പിന്തുണ. ഏതായാലും ഇതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പ്രചരണവും പ്രക്ഷോഭവും കേരളത്തിലുടനീളം ഉയർന്നു വരാൻ വേണ്ടി പോവുകയാണ്. തീവ്രവാദം, ഭീകരവാദം, ഇസ്ലാം, താലിബാനിസം ഇത് കേരളത്തിൽ എത്രമാത്രം ശക്തമാണ് എന്നതിൻ്റെ തെളിവാണ് പിണറായി പഞ്ചായത്തിൽ നടന്നിട്ടുള്ള ആൾക്കൂട്ട വിചാരണയും അതേ തുടർന്ന് ഒരു ഭദ്രമതിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവം. മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുറ്റത്താണ് SDPIക്കാർ ആൾക്കൂട്ട വിചാരണ നടത്തിയത്. ഒരു ഭദ്രമതി ഒരു യുവാവുമായി സംസാരിച്ചു എന്നതിൻ്റെ പേരിലാണ് പരസ്യമായി ആൾക്കൂട്ട വിചാരണ നടത്തുന്നത്. അതിൻ്റെ പേരിൽ ഒരു യുവാവിനെ ഈ SDPI സംഘം, താലിബാൻ സംഘം അറസ്റ്റ് ചെയ്യുന്നു, അവിടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ വിചാരണ നടക്കുന്നു, അവിടെ വിധി പ്രഖ്യാപിക്കുന്നു, യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണൊരു മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയേണ്ടതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി? പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ഈ മാർക്സിസ്റ്റ് പാർട്ടിയും LDFും കോൺഗ്രസും UDFും മതഭീകരവാദികളും തീവ്രവാദികളുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ സഖ്യം കേരളത്തെ എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പിണറായിയിലെ തീവ്രവാദ സംഘടനയായ SDPIക്കാർ നടത്തിയ ആൾക്കൂട്ട വിചാരണയും അതേപോലെ തന്നെ അവിടെ ശിക്ഷാവിധി നടപ്പാക്കിയതും. ഞാൻ സൂചിപ്പിക്കുന്നത് അവരെ പ്രീതിപ്പെടുത്താനാണ് വീണ്ടും വീണ്ടും രാജ്യദ്രോഹ നിലപാടുകൾ LDFും UDFും സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ ഭാരതാംബയുടെ ചിത്രമുണ്ടെങ്കിൽ പരിപാടി ബഹിഷ്കരിക്കുന്നു. ഭാരതാംബയെ ബഹിഷ്കരിക്കുക എന്നുള്ളത് തനി രാജ്യദ്രോഹമാണ്. അത് ഇന്ത്യയെ, ഭാരതത്തെ ബഹിഷ്കരിക്കുന്ന തുല്യമാണ്. ജനങ്ങളിൽ രാജ്യദ്രോഹ മനോഭാവം സൃഷ്ടിക്കാനാണ് ഇവരുടെ ഈ LDFിൻ്റെയും UDFിൻ്റെയും ഈ നിലപാട് ഉപയുക്തമാവൂ എന്ന് കണ്ടുകൊണ്ട് രാജ്യസ്നേഹികൾ ഇതിനെതിരായിട്ട് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബോലോ ഭാരത് മാതാ കി ജയ്, ബോലോ ഭാരത് മാതാ കി ജയ്, ബോലോ ഭാരത് മാതാ കി ജയ്. കണ്ണൂരിൽ നടന്ന യോഗ ദിനാഘോഷ ചടങ്ങിലാണ് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ജനൻ TVയോട് പ്രതികരിച്ചത്. ആ പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഇടത് വലത് മുന്നണികൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഭാരത മാതാവിനെയും ദേശീയ ബിംബങ്ങളെയും അവർ എതിർക്കുന്നത് എന്നുള്ളതായിരുന്നു കൃഷ്ണദാസിൻ്റെ പ്രതികരണം. എല്ലാ സ്ഥലങ്ങളിലും രാജ്യവ്യാപകമായി യോഗാ ദിനാഘോഷം നടക്കുന്നു. അതിൻ്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചനയും നടക്കുന്നുണ്ട്. കണ്ണൂരിൽ നടക്കുന്ന പരിപാടിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും